ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആ ചാനൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പഴയ പേരിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണേ, കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്നുള്ള വീഡിയോ എടുക്കണം എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ ടെൻഷൻ കാരണം വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഫ്ലൈറ്റിലേക്കുള്ള എൻട്രിയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ സീറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നിർത്താണ് ഈ നിൽക്കുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് ഒരു കാക്കാനെ കണ്ടപ്പോൾ അതിനായിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. മോളോരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സീറ്റൊക്കെ കണ്ടുപിടിച്ചു. 25 ആയിരുന്നു ഞങ്ങളുടെ സീറ്റ് നമ്പർ. അപ്പോൾ 3 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, എനിക്കും ഹസ്ബൻഡിനും പിന്നെ മോൾക്കുമാണ് സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ മോള് സീറ്റിലൊന്നും ഇരുന്നിട്ടില്ല, സത്യം പറഞ്ഞ എൻ്റെ മടിയിൽ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. അപ്പോൾ അങ്ങനെ ഇതാ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ആരും 3 ആളും ടെൻഷനൊന്നും മുഖത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളെ നാടിൻ്റെ ഭംഗിയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ തന്നെ കാണണം. ഇത് ഫ്ലൈറ്റ് ഇങ്ങനെ പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാലിക്കറ്റിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങിയ സമയത്ത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. തിരിച്ച് നമ്മൾ മസ്കറ്റിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫുള്ള് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം വന്ന ടൈമായിരുന്നു കേട്ടോ ആ ഒരു 2 കമ്പാരിസൺ എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് മുകളിൽ നിന്നുള്ള വ്യൂസാണ് ഈ കാണുന്നതൊക്കെ. ക്ലൗഡ്സിൻ്റെ ഒക്കെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മുകളിൽ തന്നെ പോകണം. പിന്നെ ഇതാ മോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് സീറ്റ് ബെൽറ്റ് ഇടാതെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വാശി പിടിച്ചിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് വെജും നോൺ വെജും ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പുഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. പിന്നെ മസ്കറ്റിലെ എയർപോർട്ടിൽ എത്തിയ സമയമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് 3 ആളും കരഞ്ഞൊരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെസേർട്ടും മരുഭൂമിൻ്റെ ഇതൊക്കെ കണ്ട് നമ്മുടെ നാടിൻ്റെ ആ ഒരു ഇത് വ്യത്യാസം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സിക്കാരൻ്റെ കൂടെ, ടാക്സി ഡ്രൈവറെ കൂടെ ഞങ്ങളിതാ ലിഫ്റ്റിലേക്ക് പോയി. പിന്നെ അങ്ങനെ കാറിൽ എന്ത് ചെയ്തു, നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.